തന്തപ്പടി എന്തിനാ കൂടെ കയറി വന്നത്? കൊരങ്ങൻ. വീട് വിട്, വീട് വിട്. അവൻ പുറകെ തന്നെ ഉണ്ടല്ലോ. ആ ചെത്ത് പാർട്ടി. കൈചൂണ്ടി കറിയാച്ചന്റെ വണ്ടി ഫോളോ ചെയ്യാൻ മാത്രം ഈ ചെത്തുകാർ വളർന്നോ? ഡാഡി വഴക്കിനൊന്നും പോകണ്ട. ഇവരെ ഞാൻ വെച്ചിട്ടുണ്ട്. വണ്ടി നിർത്തി, ഇന്ന് വല്ലതൊക്കെ നടക്കും. ഹലോ ഹലോ. അതെ, ഒന്ന് ചോദിച്ചോട്ടെ, എന്താ മക്കളുടെ പേര്? ഞാൻ റോണി വിൻസെന്റ്. ഇതെന്റെ ഫ്രണ്ട് ജമാൽ. നല്ല മതമൈത്രി, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാൻ കറിയാച്ചൻ. കൈ ചൂണ്ടി. ആര് കൈ ചൂണ്ടി? ഡേയ്, നീ കൈ ചൂണ്ടിയാ? നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രായത്തിന് മൂത്തവരൊക്കെ കൈ കൊണ്ടിരുന്നു. ഞാനങ്ങ് ചൂണ്ടിയില്ല. അങ്കിൾ, അവൻ കൈ ചൂണ്ടിയിട്ടില്ല. അങ്കിളിന് തോന്നിയതാ. അവനാ ടൈപ്പ് അല്ല അങ്കിൾ. ആണോ? ഏത് വകയിലടാ ഞാൻ നിന്റെ അങ്കിൾ? നിന്റെ അമ്മയുടെ ആങ്ങളെയാണോ ഞാൻ? എന്റെ പേരാ കൈ ചൂണ്ടി. കൈ ചൂണ്ടി പറമ്പിൽ സക്കറിയ മകൻ കറിയാ. ഇതെന്റെ മോള് താരാ സക്കറിയ. ഹലോ, നമസ്തേ. അത്രയും മതി. ഓക്കെ. അപ്പോഴേ ഇതിവിടെ വെച്ചൊന്ന് അവസാനിപ്പിക്കണമല്ലോ. ഏത് പാവം കുഞ്ഞുങ്ങൾ മനസ്സിലായില്ല അല്ലേ? ഇല്ല. ഇനി എന്റെ മോളുടെ പിന്നാലെ ചുറ്റി നടന്നാൽ കറിയാച്ചന്റെ കൈയുടെ ചൂട് നീയൊക്കെ അറിയും. എന്താ ഈ പറയുന്നത്? അങ്കിൾ ചൂടാവാതെ. ചേട്ടൻ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല. ആഹാ, മനസ്സിലായില്ല അല്ലേ? നല്ല ചുട്ട അടി കിട്ടുമെന്ന്. അല്ല, ഇത് കൊള്ളാലോ സാറേ. ഇത് പബ്ലിക് റോഡാ, രാജവീതിയൊന്നുമല്ല. രാജഭരണക്കാലത്തെ രാജകുമാരിയൊന്നും അല്ലല്ലോ ഇയാടെ മോള്. മോളെ ആരും കാണരുതെങ്കിലേ വീട്ടിലൊരു കണ്ണാടിക്കൂടെ ഉണ്ടാക്കി പൊന്നു മോളെ അതിനകത്തോണ്ട് പ്രതിഷ്ഠിക്കും. വെറുതെ മനുഷ്യരെ മനസ്സിലായി മനസ്സിലായി. അഡ്ജസ്റ്റ്മെന്റ് അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? നീ എന്തായി കാണിക്കുന്നത്? ഞാനെന്തോ എന്നാ നീ ജീവിപ്പോയി. കോംപ്രമൈസ്. അങ്കിൾ ഓക്കെ. എന്തോന്ന് കോംപ്രമൈസ്? എടാ, നിന്നൊക്കെ തല്ലാത്തതേ കൈ ചൂണ്ടി കറിയാച്ചൻ കൈ കാണുമെന്ന് വിചാരിച്ചിട്ടാ. ഹലോ താരാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഷേക്കാൻ. നമസ്കാരം. ഓഹോ, ഇവിടം വരെ എത്തിയല്ലേ? എത്തേണ്ട അടുത്ത് എപ്പോഴായാലും എത്തിയല്ലേ പറ്റൂ. അകത്ത് ഡാഡി ഉണ്ട്. നോ പ്രോബ്ലം. ഒരു പുരുഷൻ ഒരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നത് അത്ര വലിയ തെറ്റൊന്നുമല്ലെന്നാണ് എന്റെ അഭിപ്രായം. താര എന്ത് പറയുന്നു? ഞാൻ ഡാഡിയെ വിളിക്കാം. അയ്യേ, ഡാഡിയെ അല്ല, ഞാൻ താരയാണ് സ്നേഹിക്കുന്നത്. ഡാഡിയുടെ അഭിപ്രായം കൂടി അറിയണമല്ലോ. ഓ യെസ്, വിളിക്ക്. അദ്ദേഹത്തിന് എന്നെ പറ്റി നല്ല അഭിപ്രായമാകാനേ വഴിയുള്ളൂ. അല്ലേ വേണ്ട, ഞാൻ തന്നെ വിളിക്കാം. ഒന്ന് മാറി നിന്ന്. അമ്മാവാ, അമ്മാവാ, ഉറക്കൊന്നും അല്ലല്ലോ. അമ്മാവാ. മോളെ താരാ, അതാരാ? അയ്യോ, ആരാ മനസ്സിലായില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ? ഫാമിലി. ഞാൻ പറഞ്ഞില്ലേ? അല്ല അമ്മാവാ, നമുക്കൊരു തീരുമാനത്തിലെത്തണ്ടേ? എന്ത് തീരുമാനം? അത് ശരി. കേട്ടോ താരേ, ഇന്നലെ ഹോട്ടൽ CVF-ൽ വെച്ച് ചിരിച്ച് 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 ഈ അമ്മാവന്റെ ഓരോ വേലകളെ ഫാമിലി ഫോട്ടോ. അമ്മാവാ പറയണ്ട. സാരമില്ല അമ്മാവാ, എന്നായാലും ലോകം മുഴുവൻ അറിയാവുള്ളൂ അല്ലേ? പറയണ്ട. എന്താ കാര്യം? അതായത് അതെ, പറയണ്ട. ഞാൻ പറയും. പറയാൻ ഞാൻ സമ്മതിക്കില്ല. ഇത്തരം നിസാര കാര്യങ്ങൾ പോലും അമ്മാവൻ മകളിൽ നിന്ന് ഒളിച്ചു വെക്കുന്നത് ശരിയല്ല. നിസ്സാര കാര്യമോ? അതെ അതെ, ഹോട്ടൽ CVF-ൽ വെച്ച് അമ്മാവൻ ഇന്നലെ ഒരു അക്കടി പറ്റി. ഞാൻ അമ്മാവനെ അതിൽ നിന്ന് സേവ് ചെയ്തു. ശരിയല്ലേ? അതെ. ഇതൊക്കെ ആർക്കും പറ്റാവുന്ന അബദ്ധമല്ലേ? അതിന് അമ്മാവൻ ഇങ്ങനെ ചമ്മിയാലോ? ഡാഡിക്ക് അങ്ങനെ അബദ്ധങ്ങളൊന്നും സാധാരണ പറ്റാറില്ല, അതുകൊണ്ടാ. ആണോ? അഡ്ജസ്റ്റ്മെന്റ് വേണ്ട. ഫാമിലി. ഇന്നലെ അമ്മാവൻ പറഞ്ഞതങ്ങ് മറന്നുപോയോ? എന്തോന്നു? എന്നെ പോലെ സുന്ദരനും തൽസ്വഭാവിയും സ്മാർട്ടുമായിട്ടുള്ള ഒരു മരുമകനെയാണ് അമ്മാവന്റെ ഭാവനയിലുള്ളതെന്ന്. അല്ല, അതത്ര പെട്ടെന്ന് അമ്മാവനോട് പറയരുത്. ഇത്തരം കാര്യങ്ങൾ പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ ആർക്കും പറ്റില്ല. ലൈഫ് മുഴുവൻ നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടതല്ലേ? അതുകൊണ്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാനേ പറ്റത്തുള്ളെന്ന് ഞാൻ പറഞ്ഞു. രാത്രി മുഴുവൻ ആലോചിച്ചു. ശരി, അമ്മാവന്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ അത് നടക്കട്ടെ. അല്ല, അത് ഇവളുടെ ഇഷ്ടം കൂടി നോക്കണ്ടേ? അയ്യോ, അമ്മാവൻ ഇഷ്ടമാണോ? എനിക്കോ? എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. അമ്മാവൻ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് താര എന്ത് പറയുന്നു? അത് മടിക്കാതെ പറഞ്ഞോളൂ. അത് ഡാഡിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടം. അതിനിടയ്ക്ക് ആ പടവാളുകാർ വന്നിരുന്നു. പടവാളോ? പത്രം. അവർക്ക് ഈ ഫോട്ടോ വേണമെന്ന് ഫ്രണ്ട് പേജിൽ ഇടാൻ 25,000 രൂപ വരെ ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പറ്റത്തില്ലെന്ന്. ചതിക്കരുത്. ചില കാര്യങ്ങൾ തീരുമാനമാകാനുണ്ട്. അത് നടന്നില്ലെങ്കിൽ തരാമെന്ന് പറഞ്ഞു. നടക്കും. ഉറപ്പ്? ഉറപ്പ്. ടൈമായില്ല. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കും. ആ പട്ടരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നേ പറ്റൂ. അയാൾ എവിടെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാന്ന് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു. ഇതൊക്കെ സാറ് വെറുതെ പറയുന്നതാണെന്ന് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം. 3 ദിവസത്തിനുള്ളിൽ പട്ടരെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുത്തില്ലെങ്കിൽ ഞാൻ സസ്പെൻഷനിലാവും. സാറ് സമാധാനായിട്ടിരിക്കൂ. എല്ലാറ്റിനും ഞാനൊരു വഴി ഉണ്ടാക്കാം. ഞാൻ സംസാരിക്കാം.
സാർ അങ്ങോട്ട് പോയി സംസാരിച്ചാൽ ആകെ കുളമാകും. ഞാൻ തന്നെ ഒരു മയത്ത് സംസാരിച്ച് ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം. ഓക്കെ മോനെ, മോനെ നീ എന്നോട് മാത്രം സത്യം പറ, ആ പട്ടണ എവിടെയുള്ളത്, എന്നിട്ട് ഞാൻ ബാക്കി എല്ലാവരോടും പറഞ്ഞോളാം. ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിന് അവരുടെ സീക്രട്സ് അങ്ങനെ റിവീൽ ചെയ്യാൻ പാടില്ല. ആ. ഞങ്ങളുടെ പ്രൊഫഷന്റെ പോളിസി അതാണ്. ആ പട്ടര് സ്വർണം കൊണ്ടുവരുന്നുണ്ടെന്ന് റോണിക്ക് വിവരം കിട്ടിയല്ലോ. ആ വിവരമാണല്ലോ ഞാൻ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. പട്ടരുടെ പാസ്പോർട്ടിൽ ഉണ്ടായിരുന്ന കള്ള അഡ്രസ് ആയിരുന്നു. അയാൾ എവിടെയാണെന്നുള്ള വിവരം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് റോണിയെ കൊണ്ട് മാത്രമേ കണ്ടുപിടിക്കാൻ കഴിയൂ. പട്ടരെ കാണിച്ചു കൊടുത്തോടി എന്റെ ജോലി കഴിഞ്ഞു. കസ്റ്റംസ് കസ്റ്റഡിയിൽ നിന്ന് അയാൾ ചാടിപ്പോയത് എന്റെ കുഴപ്പം കൊണ്ടാണോ? എന്നൊക്കെ പറഞ്ഞ പട്ടരുടെ വീട് എവിടെയാണ്, അയാൾ ആരെ ഏജന്റാണ് എന്നൊക്കെ ഒരു ഡീറ്റെയിൽ കിട്ടിയ ആ പാവം മാനസികമായിട്ട് തളർന്നിരിക്കണം. മോനെ അയാൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടട്ടെ. ഞാൻ ഒരു പുതിയ കേസ് അന്വേഷണത്തിലാണ്. അതിനിടയിൽ ഇതുകൂടെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ താനല്ലാതെ വേറെ ആര് കണ്ടുപിടിച്ചിരാനാ? തന്റെ കുളമാക്കരുത്, ഞങ്ങൾ മാന്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ജോലി തെറിക്കുന്ന പ്രശ്നമാണ്. എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്തേ പറ്റൂ. എല്ലാവരും സാറിന് ഞങ്ങൾ വിടില്ല. Please, മോനെ. അയ്യേ, ഞാനെന്തോ ചെയ്യാനാ? ചുമ്മാ. അയ്യോ, കർത്താവേ, ഇവന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താ ഒരു വഴി? അവനൊരു പാട് ലുക്കുണ്ടല്ലേ. രക്ഷപ്പെടാൻ ഇത് എന്റെ വഴി. പറയാം. പട്ടരിപ്പ ആരുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് മാത്രം പറയാം. ദോ, ആ കാണുന്ന 6-6 അടി പൊക്കമുള്ള ആ താടിക്കാരനില്ലേ, അയാളെ കസ്റ്റഡിയിലുണ്ട്. ആദ്യം ചോദിക്കുമ്പം ഏത് പട്ടര്, എന്ത് പട്ടര് എന്നൊക്കെ പറയും. കാര്യമാക്കരുത്. മുറുകെ പിടിച്ചാൽ മണി പോലെ രഹസ്യങ്ങൾ പുറത്തു വരും. മോനെ മണി മണി പോലെ ഞങ്ങൾ പറയിപ്പിക്കും. സത്ത്! ആളെ പിടികിട്ടി. Thank you. ആ താടിക്കാരൻ ആരാണാവോ? ഇനി എന്തൊക്കെ സംഭവിക്കും? ഇവിടെ നിന്നാൽ ശരിയാവില്ല. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞതുപോലെ നീ ആരെ കാണിച്ചു കൊടുത്തേ? അവിടെ നിന്ന് ഏതോ ഒരുത്തനെ, ഒരു വില്ലന്റെ ലുക്കുണ്ട്, ഒരു അധോലോക എഫക്ട്. എന്നിട്ട് അവർ വിശ്വസിച്ചു? അവനെ കണ്ടാൽ ആരും വിശ്വസിക്കും. അവര് 3 പേരും കൂടെ അവന്റെ പുറകെ പോയി. ഉഴപ്പാവോളിയാ. അതിനു മുമ്പ് തടിയും കൊണ്ട് ഞാനിഞ്ഞു പോന്നില്ലേ. അവസാനം സത്യാവസ്ഥ അറിയുമ്പോ നമുക്ക് കിട്ടാനുള്ള 20 ലക്ഷം രൂപ പോവൂ. അത് അപ്പോഴല്ലേ. ആ ടൈമിന് അതനുസരിച്ചുള്ള നമ്പറുകൾ ഞാനിടും. ആ കാണുന്നതാണ് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കാണിച്ചു തന്നെ ആ തടിയന്റെ കാറ് കിടക്കുന്നുണ്ടോ? ഈ ലോകത്ത് നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റൂ. എന്ത് ഇറങ്ങി ഞാൻ പറഞ്ഞു എന്താ കാര്യം? ആ സാർ ഇവിടെ നിന്നോളൂ, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്യാം. ഞാനും അരവിന്ദാക്ഷൻ സാറും ഇവിടെ നിന്ന് വാച്ച് ചെയ്തോളാം. നീ അകത്ത് പോയി നോക്കിയിട്ട് വാ. ഞാനോ? എവിടെയും നമുക്ക് കയറാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ നുഴഞ്ഞു കയറാൻ നീയാണ് മിടുക്കൻ. അരവിന്ദാക്ഷൻ സാറിന്റെ പട്ടരെ കുറിച്ചുള്ള വിവരം അറിയാം. തനിക്ക് സെൻസേഷൻ ന്യൂസ്. ഒരു ഹോട്ടലിൽ റിസപ്ഷനിസ്റ്റായി എനിക്ക് എന്ത് കാര്യം? കള്ളക്കടത്തുകാരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടിയാൽ കേരള ജനത നാളെ ഉണരുന്നത് പടവാളിന്റെ സെൻസേഷൻ ന്യൂസ് കേട്ടായി. ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് വിക്രമന്റെ വീരശൂര പരാക്രമങ്ങൾ. കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷൻ കള്ളക്കടത്ത് കേന്ദ്രം പിടിച്ചു, അതും നിന്റെ സഹായത്തോടെ. നിന്റെ കളർ ഫോട്ടോ ഫ്രണ്ട് പേജിൽ പടവാളിന്റെ. ധൈര്യമായിട്ട് പോകും. ധൈര്യം പുരുഷ ലക്ഷണം. അവൻ അകത്ത് കടന്നിരിക്കുന്നു. ഞാൻ കണ്ടു. ഇല്ലേ? ഓക്കെ. അവിടെ കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. നമുക്ക് വീട്ടിൽ പോയിട്ട് ഡിസ്കഷൻ നടത്താം. ഒരു 50 rupees ഉണ്ട് കൺവീനിയൻസ് ആയിട്ട്. സാർ നീ ആരാ? എന്റെ പേര് വിക്രമൻ. ഹോട്ടൽ സീ വേഴ്സിൽ റിസപ്ഷനിസ്റ്റ്. താനെന്തിന് ഇവിടെ വന്നു? കസ്റ്റംസ് ഓഫീസർ അരവിന്ദാക്ഷനോട് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് പറഞ്ഞു നിങ്ങൾ കള്ളക്കടത്തുകാരാണെന്ന്. ഏത് പ്രൈവറ്റ് ഡിറ്റക്റ്റീവ്? പറയടാ. റോണി. എന്നിട്ട് അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് മാനം മര്യാദയ്ക്ക് ജീവിക്കുന്നവരെ കുറിച്ച് അനാവശ്യം പറഞ്ഞാൽ ഇതായിരിക്കും.
നീ ജീവനോട് വന്നോ? കൂൾ ഡൗൺ കൂൾ ഡൗൺ. നിന്റെ ശവം തന്ത്രപൂർവ്വം ഇവിടെ ഇങ്ങനെ എത്തിക്കുമെന്ന് ഞാൻ സാറ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലേ സാറേ? അല്ലേ? കൂൾ ഡൗൺ കൂൾ ഡൗൺ. അവർ നിന്നെ ശരിക്കും തല്ലിയോ വിക്രമ? ഉണ്ടാവും സാർ, ഉണ്ടാവും. പിന്നെ മാനമാരെ കഴിഞ്ഞവരെ കള്ളക്കടത്തുകാരാന്ന് പറഞ്ഞ ആരെങ്കിലും വെറുതെ വിടുവോ? അവര് കള്ളക്കടത്തുകാർ തന്നെയാ. അവര് കള്ളക്കടത്തുകാരായിരുന്നെങ്കിൽ പണ്ട് എന്നെ തല്ലിക്കൊന്ന് കടലിലെറിഞ്ഞാനെ. അവര് ഡീസന്റ് വർക്കീസാ. എന്നിട്ടും തല്ലു. അത് തന്നെ ഡീസന്റ് എന്ന് പറഞ്ഞത്. എന്റെ വാച്ചൊന്നും അവര് ഊരി എടുത്തില്ലല്ലോ. നമ്മളെ ഇവിടെ വന്ന് ആക്രമിക്കാൻ വന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന 2-3 പേർ അവിടെയും ഉണ്ടായിരുന്നു എനിക്കൊരു ഇനി സംശയം. അങ്ങനെ സംശയം ബാക്കിയുണ്ടെങ്കിൽ രണ്ടുപേരും കൂടെ പോയിട്ട് അവിടെ അന്വേഷിച്ചാൽ മതി. എനിക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒതുങ്ങി കഴിഞ്ഞോളാം. Please, പതുക്കെ പോണം. പാവം, നല്ല ക്ഷീണം കാണും. കുറച്ച് കുഴമ്പ് വാങ്ങി കടയിൽ കൊടുക്കട്ടെ. ഒരു 50 രൂപയുണ്ട് കൺവെൻസ്. കുഴമ്പിനാ. കസ്റ്റംസിലും നാറികളുണ്ടെന്ന് പറയുന്നത് വളരെ ശരിയാ. കഷ്ടം. ഇവന്മാരെന്തിനാ റോഡ് ബ്ലോക്ക് ചെയ്യുന്നു? വശപ്പശകായോന്നൊരു സംശയം. സംശയിക്കണ്ട, വശപ്പശക് തന്നെ. നീ റിവേഴ്സ് എടു. നിനക്ക് ഈ ആനക്കുട്ടിയായിട്ട് എന്തോടെ പ്രശ്നം? ഞാനുമായിട്ടെന്തോ പ്രശ്നം? പിന്നെന്തിനാ നമ്മളെ അടിച്ചത്? എനിക്കെങ്ങനെ അറിയാം? ഏ? ചിലപ്പോ ആള് മാറി അടിച്ചതായിരിക്കും. ആ. എന്റെ ബലമായ സംശയം ഇവന്മാരാള് മാറി അടിച്ചത് തന്നെ. ഡിറ്റക്റ്റീവ് മാത്രമല്ല, അവരുടെ അസിസ്റ്റന്റും ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേർ, അവർ 2 പേർ. എന്തു പറ്റിയടാ? കമോൺ ടെൽ മീ. അവര് 18 അടവുകളും പയറ്റി തെളിഞ്ഞവരാന്നാ തോന്നുന്നത്. നാടൻ അടവുകൾക്ക് പുറമെ കറാറ്റെ, കുങ്ഫു, ജൂഡോ എന്ന് വേണ്ട വേറെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അറിയാവുന്നവരവര്. നിന്റെ കയ്യിൽ ഒതുങ്ങിയില്ലല്ലേ? സാരമില്ല, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം.